നമസ്കാരം, എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാക്ഷൻ ആണ് കൂലി സിനിമയുടെ ബുക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വമ്പൻ ബുക്കിംഗ് ആണ്. അതായത് മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവിയാണ് ഇന്ത്യയിലെ. അതിനുള്ള വലുപ്പം കാണിക്കുന്നുണ്ട്, അത് ബുക്കിങ്ങിലും കാണിക്കുന്നുണ്ട്. കൂടെ വന്നവരൊക്കെ കിതക്കാണ്. കൂടെ വന്നവരൊക്കെ ഓട്ടം മറന്നുപോയി, പാതി വഴി നിൽക്കുന്നു എന്നാണ് കേൾക്കുന്നത്. എന്താണെങ്കിലും സംഭവം എന്ത് ബോളിവുഡ് ഇവിടെ അല്ലേ? നമ്മുടെ സൗത്ത് ഇന്ത്യൻ സിനിമ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ബാക്ക് വേറെ എന്തും. ഇനി അത് മാത്രല്ല, ഈ കേരളത്തിലേക്ക് വന്നാല് വിജയ്ക്ക് ഭയങ്കരമായിട്ട് ആൾക്കാരുണ്ടാക്കാൻ കഴിയും. പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്ന് ലാലേട്ടന് ഭയങ്കരമായിട്ട് ആളെ കൂട്ടാനുള്ള കഴിവുണ്ട്. ദുൽഖറിനുണ്ട് ഭയങ്കരമായിട്ട്. അതുപോലെ രജനികാന്തിനും അത്യാവശ്യം ഉണ്ട്. പക്ഷേ ഒരു സംവിധായകനാണ് ലോകേഷ്, പ്രത്യേക പവർ. ലോകേഷ് കനകരാജ്. ഇതിപ്പോ രജനികാന്തിന്റെ ഒരു പവറിൽ മാത്രമല്ല ഈ ഒരു ഒരിക്കലും ബുക്കിംഗ്, ലോകേഷിനോടുള്ള വിശ്വാസം. അതാണ്, ലോകേഷ് ചതിക്കൂല എന്നുള്ളൊരു ധാരണയുണ്ട് എല്ലാവർക്കും. എന്താണെങ്കിലും ആ പ്രതീക്ഷയ്ക്കൊത്ത് തന്നെ സിനിമയും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഒരു കിടിലൻ ട്രോള് വന്നിട്ടുണ്ട് കേട്ടോ. PK ട്രോൾസിന്റെ ഒരു ട്രോൾ വീഡിയോ ഉണ്ട്. എന്തായാലും കൂലി ഓഗസ്റ്റ് 14 റിലീസിനെത്തുകയാണ്. അപ്പോൾ അതിന്റെ പ്രീ സെയിൽ ബുക്കിങ്ങും അതിലെ മറ്റു പല കാര്യങ്ങളും Only 4 days. അപ്പോൾ ഇതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ട്രോൾ ആണെന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റിയത്. കാണാം. ഓക്കെ. ബുക്ക് മൈ ഷോ. ആദ്യം തന്നെ വിജയരാഘവൻ കിടക്കുന്നതാണ് കാണുന്നത്. മായാവി എന്താ സിനിമ? അതെ. ബുക്ക് മൈ ഷോ കിടക്കുന്നത് പണി കിട്ടി. തല്ലുകൊണ്ട് ചത്തുപോയിന്ന് ആരോ പറഞ്ഞു. പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. ഈ കിടപ്പ് കാണാൻ എനിക്ക് കണ്ണില്ല. ഇതെങ്ങനെ മിസ്ത്രി ഉണ്ടായത്? മതമിളകി ആന വന്നപ്പോ നെഞ്ചും വിരിച്ചു നിന്നതാ, അത് കുത്തിവെച്ചും പോയി. അതേതാടാ ആ അവതാരം? ഫ്ലാഷ് കൂലി അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു. കേരളത്തിൽ സിനിമയുടെ ബുക്കിംഗ് തുടങ്ങി 1 മണിക്കൂറിൽ 1 കോടി നേടി. വിഷുക്കോടിയാ ഓണക്കോടിയാ? അല്ല, 1.5 കോടി രൂപ. 1.5 കോടിയാ? ഓരോ മണിക്കൂറിലും സിനിമയ്ക്ക് മികച്ച ബുക്കിംഗ് ആണ് ലഭിക്കുന്നത്. ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചത് മുതൽ ബുക്കിംഗ് ആപ്പുകളിൽ ആരാധകരുടെ തിക്കും തിരക്കുമാണ്. ഓഗസ്റ്റ് 14 തിയേറ്ററുകളിൽ ചിത്രം എത്തുന്നത്. അയാളൊരു വരവ് വരുമെന്ന മത്തായിച്ച ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. കോളിവുഡിലെ അടുത്ത സെൻസേഷൻ ആകാൻ കെൽപ്പുള്ള ചിത്രമാണ് കൂലി. അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? നാട്ടിൽ ഇതുവരെയുള്ള മുഴുവൻ റെക്കോർഡും തകർക്കുമെന്ന് എനിക്കറിയാം. ലോകേഷ് സ്റ്റൈലിലുള്ള ഒരു പക്ക ആക്ഷൻ എന്റർടൈനർ തന്നെയാകും കൂലി എന്ന സൂചനകളാണ് കഴിഞ്ഞ ദിവസം എത്തിയ ട്രെയിലർ വ്യക്തമാക്കുന്നത്. എന്തോ എനിക്ക് വിശ്വാസം വരുന്നില്ല. എനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം നമ്മളെന്തിനാ നോക്കുന്നത്? സംഗതി നടക്കൂല്ലെന്ന് ആര് കണ്ടു? നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നിന്റെ കരിനാക്കം വെച്ചാണ് ചുമ്മാരുന്നേ. ജയിലറിന് കേരളത്തിൽ ലഭിച്ച സ്വീകാര്യതകൾ വലുതാണ് കൂലിക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ കാര്യം? അവനാണ് എന്റെ നായകൻ. ഡയറക്ടർ ലോകേഷ്, ഞങ്ങളുടെ നായകൻ. എന്താ അയാളുടെ ഇപ്പോഴത്തെ മാർക്കറ്റ്? അയാളുടെ തല കണ്ടാൽ ജനം ഇരച്ചു കയറുക. രാജ്യത്തെ ഈ വർഷത്തെ ഏറ്റവും വലിയ ക്ലാസ് റിലീസ് ആയിരിക്കുമെന്ന് കണക്ക് കൂട്ടിയ വാർ 2 കൂലി ഫൈറ്റിന് ഒരാഴ്ചയോളം ബാക്കി നിൽക്കവേ അഡ്വാൻസ് ബുക്കിംഗിലൂടെ മറുപടി നൽകുകയാണ് ലോകേഷ്. കണക്കിലില്ല.
ചിത്രത്തിലേ ഇല്ല. എനിക്ക് നോക്ക്. പാർട്ട് വേണ്ടിട്ടേക്കാ കുറെ പകുതി ഓതി കൊടുത്ത്. ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചതു മുതൽ ബുക്കിംഗ് ആപ്പുകളിൽ ആരാധകരുടെ തിക്കും തിരക്കുമാണ് കാണാൻ സാധിക്കുന്നത്. ഇതെനിക്ക് മാത്രമായിട്ടുള്ളൊരു പണിയല്ല സാറേ, അത് ഞങ്ങൾ അങ്ങനെ തന്നെ പണിയുടെ തുടക്കമാണ്. ഇന്ത്യയിലെ വിവിധ ഇൻഡസ്ട്രികളിൽ നിന്നുമായി വൻകിട താരങ്ങളെ അണിനിരത്തി ഒരുക്കുന്ന ചിത്രത്തിന് ആരാധകരെ ഉറ്റുകൊള്ളിക്കാൻ വേണ്ടതൊക്കെ അയാൾ കരുതിയിരിക്കുമെന്ന് പ്രേക്ഷകർക്ക് അറിയാം. നമ്മൾ ചില സർപ്രൈസ് കൊടുക്കുമ്പോൾ ഒരു ചെറിയ കോൾ വന്നു, സോറി. സർപ്രൈസ് കൊടുക്കുമ്പോൾ അവരെ കണ്ണിലുണ്ടാകുന്ന പ്രകാശങ്ങൾ, അതിന്റെ ഒരു രസത്തിലും ത്രില്ലൊക്കെ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്. പക്ഷേ നിനക്കെന്നാ പറ്റാ? പേടിയാണ്, തോറ്റുപോകുന്നുള്ള പേടി. പിന്നെ ഈ ജയവും പരാജയവും ഒക്കെ നമ്മൾ ദൈവത്തിന് വിടുന്നു. 1000 വോട്ടേ തനിക്ക് കിട്ടിയുള്ളൂവെങ്കിലും ആ 1000 പേരും തന്റെ ഒപ്പമാ, തന്റെ നേതൃത്വം അംഗീകരിച്ചവരാ. അത് മതിയോ, ഞങ്ങളുണ്ട് കൂടെ. ഗംഭീര പാക്കേജായി വന്ന ലിയോ കേരളത്തിൽ തീർത്ത 12 കോടിയുടെ ചരിത്ര നേട്ടം പാഴ്ക്കഥയാക്കാനുള്ള ഒരു കൂലിയുടെ തയ്യാറെടുപ്പുകൾ. കൂലി പവർ ഹൗസ്. എന്തായാലും എല്ലാരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. അറിഞ്ഞിടത്തോളം അവൻ ചില്ലറക്കാരനാണെന്ന് തോന്നില്ല. അതെ, ഇനി കളിയല്ലാത്തൊരു കാര്യം പറയാം. കൊടുങ്കാറ്റ് പോലെ അവൻ വരും. നീ ദിനവും കുമ്പിടുന്ന ഒരാൾ ദൈവത്തിനും നിന്നെ അവരിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. കണ്ടോ, ടെൻഷൻ ആക്കില്ലോ താൻ. പിക്ചർ അഭി ഭി ബാക്കി ഹൈ ഭായ്. Meanwhile, ഇനി അഡ്ജസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും ചെയ്യണ്ടേ? റിമൂവ് ചെയ്തോ? റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ ദിവസം വന്നായിരുന്നല്ലോ, അറിഞ്ഞില്ല? വെറുതെ അല്ല, ആ ഒരു വിഷമവും സങ്കടമൊന്നും ഞാൻ ഇന്നലെ നിന്റെ മുഖത്ത് കണ്ടില്ല. ഞാനാണെങ്കിൽ മറ്റേ തിരക്കിലായതുകൊണ്ട് ഓർമ്മിപ്പിക്കാനും മറന്നുപോയി. അതറിഞ്ഞില്ലായിരുന്നോ ശരിക്കും? ഷെഡിക്ക് പച്ച കളർ കൊടുത്തിട്ടും കുട്ടി മിണ്ടില്ലാന്ന് പറയാൻ വരികയായിരുന്നു, അപ്പോഴത്തേക്ക് മിണ്ടിയാ. ഷെഡിക്ക് കാവി കളർ കൊടുത്താലല്ലേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളു. പച്ച കളർ കൊടുത്തു, എന്നിട്ടും പച്ച ഗ്രീൻ സിഗ്നൽ കിട്ടിയില്ല. പച്ചയായിരുന്നു കുറച്ചൊക്കെ ഒരു പച്ചയാണ്. ദൈവമേ, ഞാനും വിചാരിച്ചു എനിക്ക് മഞ്ഞയായിട്ട് തോന്നി. പച്ച ഷേഡോ അംഗീകരിക്കൂല. വാറ് കാണണ്ടല്ലേ? അപ്പൊ വാറ് കാണാൻ ഇപ്പൊ മൂടേ ഇല്ല. വാർ 2 കാണാനുള്ള മൂഡ് പോയി. ആകണ്ടായിരുന്നുള്ള പ്രതീക്ഷ എന്നത് ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു, കണ്ടായിരുന്നു നീ? അതായത് കമലഹാസൻ ഇങ്ങനെ നടന്നു വന്നിട്ട് അപ്പൊ അതിനിടെ KR അദ്വാനി നമ്മളങ്ങനെ നോക്കും ജസ്റ്റ്. പിന്നെ നമ്മള് മാന്യനായി കൂലിയുടെ പിറകെ തന്നെ. അതിലാകെ നമ്മളെ ഡീവിയേറ്റ് ചെയ്യുന്നതിൽ ഒരൊറ്റ ഘടകം ഉണ്ടായിരുന്നുള്ളൂ, അത് KR അദ്വാനി ആയിരുന്നു. ഞാനിത് എങ്ങനെ സഹിക്കും? ഞാൻ വാറ് കാണണം എന്ന് വിചാരിക്കുന്നത് തന്നെ സത്യസന്ധമായിട്ട് പറയട്ടെ, വാർ സിനിമ കാണണം എന്ന് വിചാരിക്കുന്ന ഹൃതിക് റോഷന്റെ ഉള്ളത് കൊണ്ട് മാത്രം. ഞാൻ കട്ട ഹൃതിക് റോഷൻ ഫാനാണ്. പക്ഷെ രണ്ടാമതുള്ളൂ KR അദ്വാനി തന്നെയാണ്. ഞാനിതെങ്ങനെ സഹിക്കും? നന്നായി ഡിലീറ്റ് ചെയ്തത്, റിമൂവ് ചെയ്തത് നന്നായി. ഇങ്ങനത്തെ ആഭാസന്മാരാണ് ഈ ലോകത്തുള്ളത്. അവർക്ക് കാണിക്കാൻ നമുക്ക് കാണാൻ പാടില്ല അല്ലേ? ആരാണ് ഞങ്ങൾ അങ്ങനെയാന്ന് നിനക്ക് അറിഞ്ഞൂടെ? എല്ലാം കാണിക്കാൻ വേണ്ടിട്ട് വൻ പ്രചോദനമൊക്കെ തരും. കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് കുറ്റം പറയും, കാണാൻ പാടില്ല. എന്താണെങ്കിലും എടാ കൂലിനെ കുറിച്ച് പറയടാ. കൂലിനെ കുറിച്ച് പറയാനില്ല, എന്റെ മൂഡ് മൊത്തം പോയി. നീ പറഞ്ഞോ കൂലിനെ കുറിച്ച് ഇപ്പൊ എന്താ നമ്മളിപ്പോ കണ്ട സാധനം വെച്ചാ എന്ത് KR എന്നുണ്ട്, നായികയൊന്നും വേണമെന്നില്ല. സിനിമ വിജയിക്കണമെങ്കിലും ഹിറ്റ് ആവണമെങ്കിലും ഒക്കെ ഇന്ന് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഏത് വാർ 2ന്റെ വളരെ ഷോക്കാണ്. ആണോ? ആണ്. എന്താ കാര്യം? ഇത് ഡിലീറ്റ് ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ നിങ്ങൾ ആ ഒരു അല്ലെങ്കിൽ ഇതിനേക്കാളും കേറിയാനെ. ഇതിനേക്കാളും ചെറുതായിട്ടൊക്കെ ഉണ്ടായാലും ആകളൊരു പ്രതീക്ഷയും കളഞ്ഞിട്ട് ഇരിക്കുക, വന്നിരിക്കുക. പോടാ എന്നെ മുന്നിൽ നിന്ന് പോടാ വാർ 2. പിന്നെ ഇതൊക്കെ കാണണമെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് തന്നെ കാണണോന്നായിരിക്കും മറ്റുള്ളവർ ചിന്തിക്കുന്നത്. KR അദ്വാനി കീറിപ്പോയില്ലേ ഇപ്പൊ മൊത്തത്തില്? ഒക്കെ അത് കീറി കളഞ്ഞു, ആ താള് കളഞ്ഞിട്ടുണ്ട്. ഫീൽഡിലോട്ട് ഇറങ്ങും. പണ്ടൊക്കെ
വലിയ ഫയറിന്റെ ബുക്ക് കിട്ടുമ്പോൾ നടുക്ക് വലിയൊരു ഫോട്ടോ ഉണ്ടാവൂലേ, ആ ഫോട്ടോ കളഞ്ഞ്. ഫയറിന്റെ ബുക്കല്ലടാ പട്ടി, നാനയിലും ചിത്ര ഭൂമിയിലൊക്കെയാണ് ആ വലിയ പോസ്റ്റർ ഉണ്ടാവുക. ഫയർ ഓൾറെഡി അതിനകത്ത് മൊത്തം അത് തന്നെയല്ലേ. ആണോ? ആ ഇവനറിയാട്ടത്. പിന്നെ അറിയാവുന്നോണ്ട് തന്നെയല്ലേ. എനിക്കറിഞ്ഞൂടെ. അയ്യോ, അറിയാത്തൊരു കുരുന്ന് മനസ്സ്. പോയി. കൂലി സൂപ്പറാവും, പൊളിക്കും. ലോകേഷ് തകർക്കും, അടിച്ചു പൊളിക്കും, തകർക്കും, വാരും. അല്ല കൂലി കഴിഞ്ഞിട്ട് കൂലി കഴിഞ്ഞ് പാർട്ടൂന് കയറണ്ടേ? സത്യമായിട്ട് പറയാം, എനിക്കൊരു പ്രതീക്ഷയില്ല ആ സിനിമയിൽ. കാരണം എനിക്ക് ഇങ്ങനത്തെ ഈ സ്പൈ പരിപാടി ഉണ്ടല്ലോ, അതിലൊരു പുതുമയൊന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല. അല്ലെങ്കിലും ഇതിനകത്തൊരു പുതുമ ഉണ്ടാവില്ല. ആ കണ്ട എന്താ നമ്മൾ 10 കണ്ടിരിക്കാൻ കാരണം കുറച്ച് ദീപിക പദുക്കോൾ, കിയാറ അദ്വാനി അതേപോലെയായിരുന്നു. പോയി സാറില്ല, നിർത്ത് പോവാ. ഞാൻ ചെറുക്കൻ്റെ വിഷമത്തിൽ പങ്കുചേരുന്നു. വിഷമം എനിക്ക് മാറൂല. അതിന്റെ കൂടെ പങ്കുചേരുന്നു എന്നല്ല പറഞ്ഞത്. ഇപ്പൊ മാറ്റൂന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, എന്നെ കൊണ്ട് പറ്റൂലല്ലോ. എനിക്ക് കിയാറ അദ്വാനിന്റെ അടുത്ത് പോയിട്ട് അതെടുത്തിട്ട് വരാൻ പറ്റുമോ? പോയി ആ യൂട്യൂബിൽ വന്ന് ആ വീഡിയോ എടുത്തുകൊണ്ട് അവരൊന്ന് അതും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. യൂട്യൂബിലുണ്ടാവും. പോവാ. അപ്പൊ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.